everyone doing? എല്ലാരും സുഖല്ലേ? എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഇന്ററാക്ട് ഒക്കെ ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. അപ്പോൾ ആദ്യം തന്നെ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. നിങ്ങളെല്ലാവരും ഇപ്പം എന്താ ചെയ്യുന്നത്? 12th ആണോ? 12th ആണെങ്കിൽ ഏത് ബ്രാഞ്ചാണ്? അതൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ചാറ്റിലിട്ടോളൂ, കുഴപ്പമില്ല. 6th ഗ്രേഡ് ആണോ? ഓക്കെ ഓക്കെ 7th. ഓക്കെ ഓക്കെ പ്രോട്ടോടൈപ്പിൽ ആളുണ്ട്. ഓക്കെ, വേറെ ഓൺ ഗൈസ്, ഒരു 28 ആൾക്കാരുണ്ടല്ലോ, എന്നിട്ട് മൂന്നാള് മാത്രമേ റിപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, +2 നിസ ബൈജു +2 എന്ന് പറഞ്ഞു. +2 ഏത് ബ്രാഞ്ചാ? ഓക്കെ, ബികോം ഡിഗ്രി. ഓക്കെ, ML സ്റ്റുഡൻറ്റ്. ഓക്കെ, ML സ്റ്റുഡൻറ്റ് ഒക്കെ ഉണ്ട്. വാ, ഓക്കെ 5th ഗ്രേഡ്. ഓക്കെ ഓക്കെ 5th ഗ്രേഡിൽ എത്തിയിട്ട് AI ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, എല്ലാവരും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, ഇന്ററാക്റ്റീവ് ആക്കാം. 7th സ്റ്റാൻഡേർഡ്. കേൾക്കാൻ പറ്റുന്ന ഒരു മിനിറ്റ്. 7th സ്റ്റാൻഡേർഡ്. ഓക്കെ, 7th സ്റ്റാൻഡേർഡ്. ഓക്കെ, വേറെ ആൾക്കാര്? 5th സ്റ്റാൻഡേർഡ്. ഓക്കെ കഴിഞ്ഞോ? എനിക്ക് 28 റിപ്ലൈ കിട്ടിയില്ലല്ലോ. 7th ഗ്രേഡ്. ഓക്കെ, 9th ഗ്രേഡ്. ഓക്കെ, വേറെ? 5th ഗ്രേഡിലെത്തിയ ആളൊക്കെ AI പറ്റി അറിയോ? അറിയാം. ഓക്കെ, സ്കൂളിലുണ്ടോ സബ്ജക്ട്? ഇല്ല, പക്ഷെ അറിയാം, ക്ലാസ്സിൽ പോകുന്നുണ്ടാവും. ഓ, കേൾക്കാൻ പറ്റുന്നില്ല. പ്രീ ക്ലാസ് എക്സാം ചേർന്നുണ്ടായി. ഓ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയാ പഠിച്ചത് ക്ലാസ്സില്? AI കുറിച്ച് പഠിച്ച്, കമ്പ്യൂട്ടർ തിങ്കിങ്ങിനെ പഠിച്ച്. ഓക്കെ ഓക്കെ. പിന്നെ AI ഫുൾ ഫോം ഒക്കെ അറിയാപ്പോ? പറയൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ ഓക്കെ, എല്ലാരും ഒന്ന് ക്ലാപ്പ്. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് മാത്രമേ ക്ലാപ്പ് ചെയ്യാൻ പറ്റൂ, പക്ഷെ വീട്ടിലിരുന്ന് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്ന വിചാരിക്കാം. ഓക്കെ ഓക്കെ, എല്ലാവരും റിയാക്ഷൻ വെച്ച് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ ആർക്കുണ്ട്? AI ഓൾറെഡി അറിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ഓക്കെ, 2 പേര്. കുറെ പേരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി AI ഫുൾ ഫോം ഒക്കെ അറിയുന്ന ആൾക്കാരാണല്ലേ? ചെറിയ പിള്ളേർക്ക് വരെ ഇപ്പൊ AI ഫുൾ ഫോം ഒക്കെ അറിയാം. അത്രക്കും റെലവെന്റ് ആയ ഒരു സംഭവമാണ് AI എന്ന് മനസ്സിലാക്കുക അല്ലേ? അതിന് നമുക്ക് ഓക്കെ. അപ്പം ഞാനിപ്പം എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്താണ് ഉള്ളത്. നിങ്ങൾക്ക് പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ, കാരണം ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റില്ല. കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇല്ല ടീച്ചർ. ഓ, കാണുന്നില്ലേ? ഇല്ല. അയ്യോ, വേറെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഹലോ, ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് AI എന്ന് പറയുമ്പം നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് എന്താ വരുന്നത്? ഫുൾ ഫോം അല്ലാതെ ബാക്കി എന്താ വരുന്നത്? ChatGPT, Gemini. ഓക്കെ ഫൈൻ. വേറെ? കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, പിന്നെ AI റോബോട്ട്സ്. ഓക്കെ ഓക്കെ. പിന്നെ
വെറൈറ്റി സാധനങ്ങൾ വരട്ടെ. കമോൺ. സോഫ്റ്റ്വെയർ കഴിഞ്ഞോ? കോഡിംഗ്, ഓക്കെ, കോഡിങ്. ഓക്കെ, ആപ്സ്, ഏതാ? ആപ്സ്. ആപ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ ചോദിച്ചപ്പോ ആരോ പറഞ്ഞു ChatGPT ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരാൻ ChatGPT ആണല്ലേ? അതുകൊണ്ട് ഓ, ആരോ എന്തോ പറഞ്ഞു ജെമിനൈ. ഓക്കെ, ChatGPT, ജെമിനൈ, പിന്നെ ക്ലോഡ് യൂസ് ചെയ്യാറുണ്ടോ? ഓക്കെ, ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഈ AI എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഓർമ്മ വരുന്നത് ഈ ChatGPTയും ജെമിനൈയും ഒക്കെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാല് നിങ്ങളൊക്കെ എപ്പോഴാണ് ഈ ChatGPT യൂസ് ചെയ്യാൻ തുടങ്ങിയത്? ക്ലോഡ് എപ്പോഴാണ്, ജെമിനൈ എപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, കേൾക്കാൻ പറ്റും. എന്താ? After AI coming. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, വോയിസ് 8 ബ്രേക്ക് ആവുന്നുണ്ട്. വയസ്സായപ്പോ. 8 വയസ്സോ? 8 വയസ്സായപ്പോ മുതൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സാ? ഇപ്പൊ 11. 11 വയസ്സാ. അപ്പൊ 3 years ago. ഓക്കെ. സോ അപ്പൊ ഏകദേശം 2023, 2022 എല്ലാരും ആ സമയത്താണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് അല്ലേ? കാരണം നമ്മൾ AI എന്ന് പറയുന്നത് ഒരു 2022 ChatGPT വന്നത്. 2022 നവംബറിലാണ് ChatGPT വന്നത്, റൈറ്റ്? അപ്പൊ അതിന് മുമ്പേ AI നമുക്ക് ഇങ്ങനെ വലിയ പെടുത്തില്ല, റൈറ്റ്? ബിക്കോസ് അത് ആ 2022 AI വന്നത്. ഒരു ദിവസം ഓവർനൈറ്റ് ആണ് ഈ സംഭവം റിലീസായത്. പിന്നെ എല്ലാവരും അത് ഉപയോഗിച്ച് തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. എന്നിട്ട് ഞാൻ അതിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ വിചാരിച്ചു വെറുതെ ഉടായ്പായിരിക്കും, പക്ഷെ ഉടായ്പല്ല, സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോ നമുക്ക് മനസ്സിലായി ഇതൊരു ഇൻഡസ്ട്രിയിലൊരു വലിയ സംഭവം തന്നെയാണ്. എന്തായാലും ഇതിനെ കൊണ്ട് ഫ്യൂച്ചറൊക്കെ ചേഞ്ച് ആവുമെന്ന് മനസ്സിലായി, അന്നേരം തന്നെ മനസ്സിലായി. പക്ഷെ അതിന് മുമ്പേ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ AI ഉപയോഗിക്കുന്നുണ്ട്. 2022 മുമ്പേ നമ്മൾ AI ഉപയോഗിക്കുന്നുണ്ട്. എവിടേക്കാണെന്നറിയോ? ഗൂഗിൾ. ഓക്കെ, ഗൂഗിള് ഓക്കെ ഒരു ടൈപ്പ് ഓഫ് AI ആണ്. പക്ഷെ 2022 മുമ്പേയും ഗൂഗിൾ AI തന്നെയാണോ? കോഡിംഗ്. ഓക്കെ, കോഡിംഗ് നമ്മൾ 2022 മുമ്പേ AI ഉപയോഗിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഇപ്പല്ലേ ഉപയോഗിക്കുന്നത്. മുമ്പേ നമ്മളെല്ലാരും മാനുവലി ആയിരുന്നു കോഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഈ ChatGPT ഒക്കെ വരുന്നതിന് മുമ്പേയും AI ഉണ്ട്. നമ്മൾ എവിടെയാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല് യൂട്യൂബില്. എല്ലാരും യൂട്യൂബിൽ, വാട്സാപ്പിൽ AI ഉണ്ട്. വാട്സാപ്പില് ഇപ്പം മെറ്റ AIന്റെ ബോട്ടല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? മെറ്റ AI മാത്രല്ല വേറെ കുറെ ബോട്ടുണ്ടോ? ഏതൊക്കെ ബോട്ടാണ് വാട്സാപ്പില്? മെറ്റോട് ചോദിച്ചാൽ കിട്ടും കൊറേ. അതന്നെ മെറ്റയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിപ്പോ വന്നതല്ലേ, ഇപ്പൊ ഒരു 1 year ago വന്നതല്ലേ. 1 year ago പോലും ആയില്ല, ഒരു 6 months ago വന്നതല്ലേ. അപ്പൊ നമ്മൾ 2022 മുമ്പേയും AI ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. സ്നാപ്ചാറ്റ് ഉപയോഗിക്കാറുണ്ടോ നിങ്ങളൊക്കെ? സ്നാപ്ചാറ്റിൽ ഉണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നു. ഇവരൊക്കെ AI വെച്ചിട്ടാണ് നമുക്ക് ഈ റെക്കമെൻഡേഷൻസ് വരുന്നത്. നമ്മളിപ്പോ യൂട്യൂബിൽ പോയി ഒരു വീഡിയോ കണ്ടു എന്ന് വിചാരിക്കും, നെക്സ്റ്റ് ദിവസം നമുക്ക് ആ വീഡിയോ പോലത്തെ ഉള്ള സിമിലർ വീഡിയോസ് അല്ലേ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ AI ആണ്. ഓക്കെ, നമ്മളിപ്പം അതിനെ നമ്മൾ AI എന്ന് വിചാരിക്കുമ്പോൾ ChatGPT മാത്രം വിചാരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മുമ്പേ മുതലും AI ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ AI പറ്റിയിട്ട് ഒന്ന് ഡീപ്ലി പഠിക്കാം. ഓക്കെ, അലൈസ്, സ്മാർട്ട് ചൈൽഡ്, ഡീപ് ബ്ലൂ, കിസ്മേറ്റ്, എലീസ. ഇതിപ്പോ ChatGPT നോക്കിയിട്ടാണോ പറഞ്ഞത്? അല്ലേ? ഓക്കെ, ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിലെ വീഡിയോ റെക്കമെൻഡേഷൻസ്, സ്നാപ്ചാറ്റിൽ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ ആ ഫിൽറ്റർ കറക്റ്റ് നമ്മളെ ഫേസിനനുസരിച്ചിട്ടല്ലേ ആ മറ്റേ മീശയും ഇതൊക്കെ വരുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ റീൽസ്,
റീൽസിലൊക്കെ നമ്മൾ ഒരു റീല് ഒന്ന് ലൈക്ക് ചെയ്താല് ബാക്കിയെല്ലാം അതുപോലത്തെ റീലല്ലേ വരുന്നത്. ഇതൊക്കെ AI ആണ്. പക്ഷെ ഇതൊക്കെ 2022 മുമ്പേ ChatGPT വരുന്നതിന് മുമ്പേ ഉണ്ട്, റൈറ്റ്? അപ്പൊ AI പണ്ടേ ഉള്ള ഒരു സംഭവമാണ്, നമ്മൾ ജസ്റ്റ് ഇപ്പേ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഈ AI എന്ന് പറയുന്നത് ശരിക്കും എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഫുൾ ഫോം എന്താ? നേരത്തെ കുറെ പേര് ഫുൾ ഫോം പറഞ്ഞു. ചാറ്റിൽ ഇട്ടാൽ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ Artificial intelligence. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഇന്റലിജൻസ്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധി, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ബുദ്ധി, അല്ലേ? അപ്പൊ ഇത് ഒരു ടൂളാണ്. ഇറ്റ്സ് എ ടൂൾ സിമിലർ ടു കാൽക്കുലേറ്റേഴ്സ്. പണ്ടൊക്കെ മാത്ത് നമ്മൾ കൈകൊണ്ടായിരുന്നു ചെയ്തത്, എല്ലാവരും കൈകൊണ്ടായിരുന്നു ചെയ്തത്. ഇതൊക്കെ ചെയ്തിട്ട് Now also some people. Now also some people. അതെ, സ്കൂളിലൊക്കെ കാൽക്കുലേറ്റർ തന്നെ കൈകൊണ്ട് തന്നെയാ ചെയ്യാം, കാരണം നിങ്ങളിപ്പോ പഠിക്കുന്നല്ലേ, അതുകൊണ്ട്. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തൊക്കെ ആൾക്കാർ പണ്ടും കൈകൊണ്ട് തന്നെയാ ചെയ്തിരുന്നത്. പിന്നെ അത് കുറെ ടൈം എടുക്കുന്നു, കുറെ കോംപ്ലക്സ് ആകുമ്പോൾ ആണ് ഈ കാൽക്കുലേറ്റേഴ്സിനെ ഇൻവെന്റ് ചെയ്തത്. പിന്നെ എല്ലാവരും ഇപ്പൊ കാൽക്കുലേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെ? അതേപോലെയാണ് AI. നമ്മളിപ്പോ ഒരു ഹ്യൂമൻ തിങ്കിങ് ആവശ്യമുള്ള ടാസ്കിനോ അല്ലെങ്കിൽ ഇങ്ങനെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടാസ്കിനോ ആണ് അത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AI-നെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ AI ഒരു പുതിയ ജനറേഷന്റെ കാൽക്കുലേറ്റർ പോലെയാണ് AI. ഓക്കെ, ഇനി നമ്മൾ ജനറേറ്റീവ് AI എന്ന് പറഞ്ഞിട്ടോ. പക്ഷേ AI കൂടുതൽ സാധനങ്ങളും ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്ററിനെക്കാളും കാൽക്കുലേറ്ററിനെക്കാളും നന്നായിട്ട് കൂടുതൽ ഒക്കെ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായി പറഞ്ഞതാണ്. കാൽക്കുലേറ്റർ നമുക്ക് മാത്ത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം. ഇപ്പൊ ChatGPT ഉണ്ട്, അത് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാം, ഇമേജ് ജനറേറ്റ് ചെയ്യാം, കോഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ജെമിനയിൽ പിന്നെ വീഡിയോ ഉണ്ടാക്കാം. പിന്നെ ഈ വോയിസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് 11 Labs എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കൊണ്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് കൊടുത്താൽ അത് അതിനെ സ്പീച്ച് ആയിട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജനറേറ്റീവ് AI എന്ന് പറയും. എന്തുകൊണ്ടാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്? നമുക്ക് ആ വേർഡിന് എന്ത് മനസ്സിലാക്കാം? ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. അതെ, ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. നമ്മളിപ്പോ ഒരു കറണ്ട് പോയാൽ നമ്മൾ പറയില്ലേ, ജനറേറ്റർ ഓൺ ആവുന്നില്ല. ജനറേറ്റർ എന്ന് പറയുന്നത് എന്താ? അത് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള സംഭവം, കറണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത്, അല്ലെ? അപ്പൊ അതേപോലെ ജനറേറ്റീവ് AI എന്ന് വെച്ചാൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന AI-നെയാണ് ജനറേറ്റീവ് AI എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് ആയാലും ഇമേജ് ആയാലും അത് സ്വന്തം ഉണ്ടാക്കി നമുക്ക് തരുന്നതാണ്. അതുകൊണ്ടാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ AI ഒക്കെ എങ്ങനെയാണ് നമ്മളെ ലോകത്തിനെ പറ്റി പഠിക്കുന്നത്? ഹൗ ഡു ദേ ലേൺ അബൌട്ട് അവർ വേൾഡ്, അല്ലെ? കാരണം ഇവര് നമ്മളെല്ലാം അതിന് കുത്തിക്കയറ്റി കൊടുക്കുന്നതല്ലല്ലോ. എത്ര നോളജ് ഉണ്ട് വേൾഡിന്റെ ഫുൾ നോളജ് നമുക്കതിന് മാനുവലി കൊടുക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ അതിനെ പഠിപ്പിച്ചു കൊടുക്കണം, എന്നാലല്ലേ അതിന് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പോ അതിനു വേണ്ടി ഉള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മുമ്പ്? എക്സാമിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഓക്കെ, എന്താണ് പറഞ്ഞോളൂ. എനിക്ക് മനസ്സിലായില്ല. പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ. ഓക്കെ, അതിലെന്താ പഠിച്ചത്? about coding and robotics. ഓക്കെ, അപ്പൊ മെഷീൻ ലേണിംഗ് എന്താണെന്ന് അതിന് മനസ്സിലായോ? ഇല്ലേ? യെസ്, മനസ്സിലായി. എന്താണെന്ന് പറയൂ. യെസ്, നമ്മുടെ ഡാറ്റ ഇതിന് കൊടുത്തുകഴിഞ്ഞാ ആ ഡാറ്റ തിരിച്ചുതരും, ഇങ്ങനെ എന്തോണ്? നമ്മളെ ഡേറ്റ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ തിരിച്ചു തരും. ഓക്കെ, അങ്ങനെ പറയാം, ശരിയാണ്. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ച പോലെ സ്ലൈഡിലുള്ള പോലെ മെഷീൻ ഇസ് ലേണിംഗ്. അങ്ങനെയാണ് നമ്മൾ അതിനും ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. മെഷീൻ ഇസ് ലേണിംഗ്. അപ്പൊ ഈ മെഷീൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ AI-നെയാണ്, കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഈ മെഷീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെഷീൻ ഇസ് ലേണിംഗ്. മെഷീൻ എന്താ പഠിക്കുന്നത്? ലോകത്തിനെ പറ്റി, നമ്മൾ ലോകത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അത് പഠിച്ചെടുക്കണം, അല്ലെ? അപ്പോൾ
എന്ത് ഡേറ്റ നമ്മൾ കൊടുക്കും അതിന്, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നാണ് അതിന് ഡേറ്റ കിട്ടുന്നത് അല്ലെ. അപ്പൊ അത് ഒരു ചെറിയ കുട്ടി, നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന പോലെയാണ് നമ്മൾ AI പഠിക്കുന്നത്. അതിനൊരു പൂച്ചക്കുട്ടീനെ കാണിച്ചു കൊടുത്താൽ അത് പറയും, നമ്മൾ പറയും ദിസ് ഇസ് എ ക്യാറ്റ് എന്ന് പറയും. അപ്പൊ അതിന് മനസ്സിലാവും ഓക്കെ ഇതൊരു ക്യാറ്റ് ആണ്. അടുത്ത ദിവസം നമ്മൾ പിന്നെ ഒരു പിക്ചർ കാണിച്ചു കൊടുക്കും, ദിസ് ഇസ് എ ക്യാറ്റ്. പിന്നെ അതിന് മനസ്സിലാവും ഓക്കെ ക്യാറ്റ് ആണ്. അടുത്ത ദിവസം നമ്മൾ ഡോഗിനെ കാണിച്ചു കൊടുത്താൽ അതെന്ത് പറയും, ദിസ് ഇസ് എ ക്യാറ്റ്. അതെന്തുണ്ടാ, കാരണം അതിന് ഓക്കെ ഒരു എന്ത് കാണിച്ചു കൊടുത്താലും ഇപ്പൊ ക്യാറ്റ് ആണ് പറയേണ്ടത്, കാരണം ക്യാറ്റ് മാത്രമേ അത് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ തിരുത്തിയിട്ട് പറയും അല്ല ഇതൊരു ഡോഗ് ആണ്, ദിസ് എ ഡോഗ്. അപ്പൊ നെക്സ്റ്റ് ദിവസം അതിനോട് ചോദിച്ചാൽ അതിന് മനസ്സിലാവും ഓക്കെ ഇത് ക്യാറ്റ് അല്ല ഇത് ഡോഗ് ആണ്, കാരണം ഡോഗിന്റെ ഫേഷ്യൽ സ്ട്രക്ചർ വേറെയാണ്, അതിന്റെ മൂക്ക് ഇങ്ങനെയാണ് അല്ലെ, അതിന്റെ ചെവി വേറെയാണ്, അത് കുറച്ചും കൂടി പൂച്ചനെക്കാട്ടും വലുതാണ്. ഓ എന്താ മനസ്സിലായില്ല, ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ, പോയോ? ഓക്കെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോ അതേപോലെയാണ് ഈ AI പഠിക്കുന്നത്, ഒരു ചെറിയ കുട്ടി പഠിക്കുന്ന പോലെയാണ് നമ്മൾ AI പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫൺ ഫാക്ട്, ഈ മെഷീൻ ലേണിംഗ് ശരിക്കും ആദ്യം വന്നത് സ്പാം ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ സ്പാം ഇമെയിൽ വരുന്നില്ലേ, അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെയിലിൽ നോക്കുമ്പോൾ അവിടെ ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് ഉണ്ടാവും, ദിസ് മൈറ്റ് ബി സ്പാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഇന്റർനെറ്റ് അത്ര വലിയ കാര്യമല്ലായിരുന്നു, ജസ്റ്റ് ചില ആൾക്കാർ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഇന്റർനെറ്റ് ഒരു ചെറിയ സംഭവമായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ സ്പാം വരാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ ഇന്റർനെറ്റ് വലുതായി വന്നപ്പോഴാണ് ഈ ഇമെയിൽസും സ്പാമും ഒക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ശരിക്കും ഉള്ളതാണോ അതോ സ്പാം ആണോ എന്ന് മനസ്സിലാവാൻ പറ്റുന്നില്ല. ഈ ഫ്രീ ഐഫോൺ നമുക്ക് ചിലപ്പോൾ ഒക്കെ വരാറില്ലേ, യു ഹാവ് വോൺ എ ഫ്രീ ഐഫോൺ, അല്ലെങ്കിൽ യു ഹാവ് $500,000 എന്നൊക്കെ പറഞ്ഞിട്ട് വരാറില്ലേ. അതേപോലെ ആൾക്കാർ പണ്ടത്തെ കാലത്ത് അതിന് വീഴുമായിരുന്നു, അവർ വിചാരിച്ച് ശരിക്കുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയാണ് ഫസ്റ്റ് ആയിട്ട് ഈ മെഷീൻ ലേണിംഗ് കൊണ്ടുവന്നത്. അപ്പൊ അതിനെ ആ AI-ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു, ഓക്കെ ഇങ്ങനെ വരുമ്പം കൂടുതൽ സാധ്യത ഉണ്ട് ഇത് സ്പാം ആവാൻ, ഈ ഫ്രീ ഐഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പം സാധ്യത ഉണ്ട് ഇത് സ്പാം ആണെന്ന് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി പിന്നെ ഓരോ സ്പാം വരുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇത് സ്പാം ആണ്, മറ്റേത് സ്പാം അല്ല ശരിക്കത്തതാണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫൺ ഫാക്ട് പറഞ്ഞതാ. ഓക്കെ, പണ്ട് കാലത്തെ മെഷീൻ ലേണിംഗ് ഫസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് മെഷീൻ ലേണിംഗ് എന്താണെന്ന് പിടി കിട്ടി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ AI-നെ പഠിപ്പിച്ചെടുക്കുന്ന ഇതാണ് സംഭവമാണ് അല്ലെ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആർക്കും ഡൗട്ട് ഉണ്ട്? ഹാൻഡ് റൈസ് ചെയ്തു, പറഞ്ഞോളൂ. ആരോ ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതില്ല, AI-ന്റെ ഫൗണ്ടർ ആര്യാ? ഫൗണ്ടറോ? AI-ന്റെ ഫൗണ്ടറോ? ഹ്യൂമൻ. അതിപ്പോ അങ്ങനെ ചോദിച്ചാല് പണ്ട് കാലത്ത് ആണോ ഉദ്ദേശിച്ചത് അതോ ChatGPT-ന്റെ ആണോ ഉദ്ദേശിച്ചത്? ടീച്ചർ ഗ്രൂപ്പ് പ്രൊജക്ട് പോലെ അല്ലേ? ഓ ഏകദേശം ഒരു ഗ്രൂപ്പ് പ്രൊജക്ട് അല്ലേ? പ്രൊജക്റ്റോ? ഗ്രൂപ്പ് ആയിട്ട് ഉണ്ടാക്കിയല്ലേ, ഒരാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ? ഓ അല്ല, ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കിയതാ. ഒരാൾക്ക് സ്വന്തം അങ്ങനെ പറ്റോ? ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമല്ലേ, കുറെ ആൾക്കാർ കൂടിയിട്ട് ചെയ്തതാ. പണ്ടേ മുതൽ അവർ അതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2022 വന്നിട്ടാണ് അത് ശരിയായത്, ChatGPT വന്നപ്പോഴാണ് അത് ശരിയായത്. ഓക്കെ ഓക്കെ, അപ്പോ മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ 3 types ഉണ്ട്, 3 main types. Okay, one is supervised machine learning, one is unsupervised machine learning, one is reinforcement machine learning. Okay, അപ്പോൾ നമുക്ക് അതിനെ പറ്റി നോക്കാം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർവൈസ്ഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? സൂപ്പർവൈസർ അല്ലേ? സൂപ്പർവൈസർ ഉണ്ടോ നിങ്ങൾക്കൊക്കെ? സ്കൂളിൽ സൂപ്പർവൈസർ ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റില്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. Yes.
യെസ് ഉണ്ട്. ഓക്കെ. അപ്പൊ സൂപ്പർവൈസർ എന്താ ചെയ്യുന്നത് സൂപ്പർവൈസർ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. സൂപ്പർവൈസിങ്. സൂപ്പർവൈസർ കൂടി ഇലാബറേറ്റ് ആയിട്ട് പറയൂ. സൂപ്പർവൈസിംഗ് എന്ന് വെച്ചാൽ എന്താ? കുറെ ആള് ഹാൻഡ് ഒക്കെ റേസ് ചെയ്യുന്നുണ്ട്. ഹാൻഡ് റേസ് ചെയ്യേണ്ട ആവശ്യമില്ല, പറഞ്ഞോളൂ. ടീച്ചർ വാച്ച് ഓവർ സമ്മൺ. ആ, ഇത് ചാറ്റ് ജിപിടി നോക്കിയിട്ട് പറയുന്നതാണല്ലേ? എന്തുട്ടി? ഇപ്പൊ പറഞ്ഞ ഡെഫിനിഷൻ അല്ലല്ല അല്ലേ? ഗൂഗിളിലാണോ? അല്ലല്ല അല്ലേ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സൂപ്പർവൈസ് എന്ന് വെച്ചാല് ഒരു ആള് നമ്മളെ നോക്കാനുണ്ടാവും, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവും, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടാവും, അല്ലെ? അപ്പൊ നമ്മളൊരു AI സൂപ്പർവൈസ് ചെയ്ത് കൊടുക്കുന്ന വെച്ചാല് നമ്മൾ അതിന് കുറെ, ഫോർ എക്സാമ്പിൾ നമ്മൾ അതിന് കുറെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാറ്റിന്റെ ഇമേജസ് കൊടുത്തു, കുറെ കാറ്റിന്റെ ഇമേജസ് കൊടുത്തു. അപ്പൊ നമുക്ക് ഏതായിരിക്കും ബെറ്റർ? ആ കാറ്റിന്റെ ഇമേജിന്റെ താഴെ കാറ്റ് എന്ന് ലേബിൾ ചെയ്തിട്ട് കൊടുക്കുന്നതാണോ, അതോ ജസ്റ്റ് കാറ്റിന്റെ ഇമേജ് കൊടുക്കൽ മാത്രമാണോ നല്ലത്? ഏതാ നല്ലത്? പറഞ്ഞേ. കേൾക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, ഒന്നും കൂടി പറയോ? ഓക്കെ ഓക്കെ. നമ്മളൊരു AI പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു കാറ്റിന്റെ ഇമേജ് കൊടുക്കാന്ന് വിചാരിക്കും, അതിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ അതിന്റെ താഴെ നമ്മൾ കാറ്റ് എന്ന് എഴുതിയിട്ട് കൊടുത്താലാണോ ബെറ്റർ, അതോ കാറ്റിന്റെ ഇമേജ് മാത്രം കൊടുക്കലാണോ ബെറ്റർ? ലേബിൾ ചെയ്തിട്ടല്ലേ ബെറ്റർ? കാരണം അതിന് വേഗം മനസ്സിലാവും ഇതൊരു കാറ്റാണ്, അപ്പൊ അതിന് വേഗം മനസ്സിലാവും. പിന്നെ അത് നിങ്ങളെ സ്റ്റുഡൻസ് ഒക്കെ എക്സാമിന് പഠിക്കൂലേ, എക്സാമിന് മുമ്പേ പഠിക്കൂലേ? അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ഉണ്ടാവും ആൻസറും ഉണ്ടാവും, അല്ലെ? പിന്നെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവും, ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചത് എഴുതണം, അല്ലെ? അപ്പൊ അതേപോലെയാണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ AIക്ക് ആദ്യം ക്വസ്റ്റ്യനും ആൻസറും രണ്ടും കൊടുക്കും, പിക്ചറും അതിന്റെ ലേബിളും രണ്ടും കൊടുക്കും. എന്നിട്ട് പിന്നെ അതിനോട് നമ്മൾ ചോദിക്കും, ഒരു ബ്ലാങ്ക് പിക്ചർ മാത്രം കൊടുത്തിട്ട് അതിനോട് ചോദിക്കും ഇതെന്താണ്. അപ്പൊ അതിന് പറയാൻ പറ്റും ഇതൊരു കാറ്റാണ് എന്ന് പറയാൻ പറ്റും, കാരണം അത് പഠിച്ചു വെച്ചിട്ടുണ്ട് മുമ്പേ, അല്ലെ? അപ്പൊ ഇതാണ് സൂപ്പർവൈസ്ഡ് എന്ന് പറയുന്നത്. ഇനി അൺസൂപ്പർവൈസ്ഡ് ആകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ്, ലേബിൾ ഇല്ല, അത് ഓട്ടോമാറ്റിക്കലി അതിന് മനസ്സിലാവും. അത് കുറേ പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും, ഓക്കെ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അതിനൊറ്റയ്ക്ക് തന്നെ മനസ്സിലാവും, അത് അതിന്റെ മാത്സ് ഒക്കെ ചെയ്ത് കണക്കൊക്കെ ചെയ്ത് അതിന് മനസ്സിലാവും. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാരും ഇൻസ്റ്റാമാർട്ട് എന്ന് ഫുഡ് ഓർഡർ ചെയ്യാറില്ലേ? യെസ്, എല്ലാരും ഇൻസ്റ്റാമാർട്ട് എന്ന് കേട്ടപ്പോ ഓക്കെ. അപ്പൊ ഇൻസ്റ്റാമാർട്ട് എന്ന ഓർഡർ നമ്മളിപ്പോ ഒരു ലേസ് ഓർഡർ എന്ന് വിചാരിക്കും, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ദിവസം നമ്മൾ ഇൻസ്റ്റാമാർട്ട് തുറക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഓപ്ഷൻസ് വരാം, ലേസ്, പ്രിങ്കിൾസ്, ലേസിന്റെ കൂടെ 2 ലേസിന്റെ ഓഫർ, ലേസിന്റെ കൂടെ കോക്കോള, ലേസിന്റെ കൂടെ പെപ്സി, ഇങ്ങനെയല്ല നമുക്ക് വരാം. അപ്പൊ അതിനെങ്ങനെ മനസ്സിലാവും? സ്വിഗ്ഗിക്ക് എങ്ങനെ മനസ്സിലാവുന്ന നിങ്ങൾക്ക് ലേസാണ് ഇഷ്ടം, ലേസാണ് നിങ്ങൾ വാങ്ങാൻ കൂടുതൽ ചാൻസ്, ലേസിന്റെ കൂടെ ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വാങ്ങും. ഇങ്ങനെ അതിനെങ്ങനെ മനസ്സിലാവുന്നത്? കാരണം അത് നോട്ടീസ് ചെയ്യും, ഈ അക്കൗണ്ട്, ഈ യൂസർ, ഈ കസ്റ്റമർ ലേസ് വാങ്ങാൻ ചാൻസ് ഉണ്ട്, കാരണം ലേസ് ആണ് നമ്മൾ പോയി ക്ലിക്ക് ചെയ്തത്. അപ്പൊ വേറെ കുറെ ആൾക്കാരെ കൂടെ, ഈ ലേസ് ഇഷ്ടമുള്ള കുറെ ആളെ കൂടെ നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഓഫറാണ് സെൻഡ് ചെയ്യാം. ഏത്? ലേസിന്റെ ഓഫർ, ലേസിന്റെ കോക്കോളന്റെയും കോംബോ പാക്ക്, ഇതൊക്കെയാണ് അത് സെൻഡ് ചെയ്യുക. അപ്പൊ എന്താണ് ബാക്കിൽ നടക്കുന്നത് വെച്ചാൽ അതിന് ഒറ്റയ്ക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ഈ യൂസർ ഇസ് സിമിലർ ടു അതർ യൂസേഴ്സ് ഹു ഓർഡർ ലേസ്, അല്ലെ? അപ്പൊ അങ്ങനെയാണ് അൺസൂപ്പർവൈസ്ഡ് ML വരുന്നത്. ഇപ്പൊ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് പഠിച്ചു, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് പഠിച്ചു, റൈറ്റ്? എല്ലാവർക്കും മനസ്സിലായില്ലേ? ആകെ 2-3 പിള്ളേർ മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഈ 2-3 പിള്ളേർ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ബാക്കി ആരും ചോദിക്കുന്നില്ല ക്വസ്റ്റ്യൻസ് ഒന്നും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആരും ചാറ്റിൽ ഇടാണ്ട് നിൽക്കലാണ് ബെറ്റർ, കാരണം എനിക്ക്
പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കാണില്ല. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ ചോദിക്കണം. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഞാൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് എന്താ പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഓർമ്മയില്ലേ? എന്താ ഓർമ്മയില്ല? ഓക്കെ, ഇറ്റ്സ് ഫൈൻ. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നാണ് ഞാൻ നെക്സ്റ്റ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ ഒരു മിനിറ്റ്. ഓക്കെ ഇമേജ് ലോഡ് ആയിട്ടുണ്ട്, ടൈം എടുത്തു. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും അറിയോ? സ്ക്രീൻ നോക്കാണ്ട് പറയണേ. ഒരു ബാക്കപ്പ് പോലെ. ഓ, ഒരു ബാക്കപ്പ് പോലെ. ഓക്കെ. നിങ്ങൾ എല്ലാരും ഗെയിം കളിക്കാറുണ്ടോ? ഈ പബ്ജി, കോഡ് അതൊക്കെ കളിക്കാറുണ്ടോ? അല്ലെങ്കിൽ വേറെ ഗെയിംസ് ആയാലും? ഓക്കെ. നമ്മളിപ്പോ ഒരു ബോസ് ഫൈറ്റിലാവുമ്പോ ഒരു ബോസിന് റീഇൻഫോഴ്സ്മെന്റ്സ് വരില്ലേ? ഹെലികോപ്റ്റർ ഇങ്ങനെയൊക്കെ വരില്ലേ? അങ്ങനെയാണ് എന്നോട് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. റീഇൻഫോഴ്സ്മെന്റ്സ് അങ്ങനെ വരും. ഓക്കെ. എല്ലാവരും ഗെയിംസിന്റെ പേര് പറയാൻ തുടങ്ങി. ഓക്കെ ഗെയിംസ് വിട്ടേക്ക്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. എല്ലാവരും ഗെയിംസിന്റെ ബാക്കിലാവല്ലേ? ഓക്കെ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സ്ട്രോങ് ആക്കി തരാനുള്ള ഒരു സംഭവം അല്ലെ. അപ്പൊ അതേപോലെ നമുക്ക് AI ഒന്ന് പഠിപ്പിക്കുമ്പോൾ അതിനെ പഠിപ്പിച്ച് അതിനെ സ്ട്രോങ് ആക്കലാണ് നമ്മളെ എയിം. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടോ? ഒരു ഏജന്റ് ഉണ്ട്. ആ ഏജന്റ് ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നു, അന്നേരം റിവാർഡ് അല്ലെങ്കിൽ പെനാൽറ്റി കിട്ടുന്നു, അങ്ങനെയൊക്കെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഹലോ. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടെസ്ലന്റെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്. ഓക്കെ. അതിന് ഡ്രൈവർ ഇല്ല, അത് ഒറ്റയ്ക്ക് തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ അതിന് എന്താ അറിയണം? ഒരു ആളെ മുമ്പ് വഴിയിൽ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തി കൊടുക്കണം, പിന്നെ ട്രാഫിക് ലൈറ്റ്സ് ഫോളോ ചെയ്യണം, റോഡ് റൂൾസ് എവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം. ഇതൊക്കെയാണ് റോഡ് റൂൾസ്. അപ്പൊ അതൊക്കെ അറിയണം, ആ റൂൾസ് ഒക്കെ അതിനറിയണം. പിന്നെ അത് നമ്മൾ എങ്ങനെയാ അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാല് അതൊരു നല്ല ആക്ഷൻ ചെയ്താൽ അതിനൊരു പോസിറ്റീവ് റിവാർഡ് കിട്ടും. റോങ് ആക്ഷൻ ചെയ്താൽ നെഗറ്റീവായിട്ട് അതിന് പനിഷ്മെന്റ് കിട്ടും. നമ്മളെ പാരന്റ്സ് നമ്മളോട് നല്ലത് ചെയ്താൽ നമ്മളോട് പ്രൈസ് പറയുന്നുണ്ട്, നമ്മൾ മോശം കാര്യം ചെയ്താൽ നമ്മൾ ചീത്ത പറയുന്നുണ്ട്. അതുപോലെയാണ് AI പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിലെ ഗോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം പോസിറ്റീവ് പോയിന്റ്സ് കിട്ടണം. നമ്മൾ ഈ കോടീശ്വരൻ ഷോയില്ലേ, ആ ഷോയിൽ അതിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ കറക്റ്റ് ആൻസർ പറഞ്ഞാല് നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകും, പൈസ കൂടും അല്ലെ. നമ്മൾ റോങ് ആൻസർ പറഞ്ഞാല് അവിടുന്ന് പൈസ പോയി, എല്ലാ പൈസയും പോയി അല്ലെ. അപ്പൊ അതേപോലെ ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗില് ഈ ഏജന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ബോട്ട് അതിന്റെ എയിം ഇസ് ടു ഗെറ്റ് മാക്സിമം പോസിറ്റീവ് പോയിന്റ്സ്. അപ്പൊ ടെസ്ലന്റെ സെൽഫ് ഡ്രൈവിംഗ് കാർ എടുക്കുകയാണെങ്കിൽ അത് മുമ്പിൽ ഒരാൾ ക്രോസ് ചെയ്യുന്ന കാണുമ്പോൾ അത് നിർത്തിയിട്ടില്ലെങ്കിൽ അതിന് ഫുൾ നെഗറ്റീവ് പോയിന്റ്സ് ആണ് അല്ലെ. ഒരാൾ പോയില്ലേ, അപ്പൊ ആ ഫുൾ നെഗറ്റീവ് പോയിന്റ്സ്. അപ്പൊ അതിന്റെ എയിം അവിടെ നിർത്താം, അന്നേരം പോസിറ്റീവ് പോയിന്റ്സ് കിട്ടും എന്ന് അതിനറിയാം. അപ്പൊ അവിടെ അത് നിർത്തും. ഓക്കെ. പിന്നെ ട്രാഫിക് ലൈറ്റ് കാണുമ്പോൾ റെഡ് ആണെങ്കിൽ അത് നിർത്തും. സ്പീഡ് ലിമിറ്റ് 40 ആണെങ്കിൽ 40ൽ പോകും അല്ലെ. അപ്പൊ അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിനറിയാം നെഗറ്റീവ് പോയിന്റ്സ് ആണ് കിട്ടാൻ. അതുകൊണ്ടാണ് അത് ഈ ആക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്, ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. ഇനി വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് 2 റൂട്ട് ഉണ്ടാവാം, പക്ഷെ അത് നമുക്ക് ഫാസ്റ്റർ റൂട്ടാണ് കാണിച്ചു തരുന്നത് അല്ലെ. ഫാസ്റ്റർ റൂട്ട് അത് പറയും ദിസ് ഇസ് ദ ഫാസ്റ്റർ റൂട്ട്, മറ്റേത് ഒരു 5 minutes സ്ലോർ ആണെന്ന് അത് പറയും. കാരണം ട്രാഫിക് ബ്ലോക്ക് കുടുങ്ങിയാല് ആ ഗൂഗിൾ മാപ്സിന്റെ ബോട്ടിന് നെഗറ്റീവ് പോയിന്റ്സ് ആണ് അല്ലെ. അപ്പൊ ഈ ഗൂഗിൾ മാപ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം ഗൂഗിൾ മാപ്സ് കുളത്തിൽ കൊണ്ടുപോയി വണ്ടി കുളത്തിലായിപ്പോയി എന്നൊക്കെ കാണുന്നത്. ഇറ്റ്സ് ബിക്കോസ് ചിലപ്പോൾ അത് വിചാരിക്കുന്നത് ആ സമയത്ത് അതാണ് ഫാസ്റ്റർ റൂട്ട്, കുളത്തിൽ പോകുന്നതായിരിക്കും ചിലപ്പോൾ ഫാസ്റ്റർ റൂട്ട് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല.
സ്ട്രൈറ്റ് കുളത്തിലൂടെ പോയാൽ ചിലപ്പോൾ വേഗം കിട്ടുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അത് കുളത്തിലൊക്കെ പോയി ചാടിക്കുന്നത്. ഓക്കെ, അതിനറിയില്ല അവിടെ വെള്ളമാണ്, അവിടെ പോകാൻ പാടില്ല എന്ന് അതിനറിയില്ല. ഓക്കെ, അപ്പോൾ സ്ലോ റൂട്ട് ആകുമ്പോൾ നെഗറ്റീവ് പോയിന്റ്സ് കിട്ടുന്നതുകൊണ്ടാണ് അത് കുളത്തിൽ പോയി ചാടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ആരോ എന്ത് ചോദിച്ചോ? ഹലോ, ഉണ്ടോ? ഓക്കെ, അപ്പോ ഞാനിവിടെ താഴെ എഴുതിയിട്ടുള്ളത് ആക്യുറസി എന്ന് പറയുന്ന ഒരു ടേമാണ്. നമ്മളിപ്പോ ChatGPT-നെ നമുക്ക് എങ്ങനെ മനസ്സിലാവും ChatGPT എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേമാണ് ആക്യുറസി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു 100 ഇമേജസ് അതിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 80 ഇമേജസിന്റെ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ 100 ഇമേജസ് ഉണ്ട്, ക്യാറ്റും ഡോഗും മിക്സ് ആയിട്ടുള്ളത്. ഓക്കെ, അതിൽ 80 എണ്ണം അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ബാക്കിയുള്ളത് അത് ഡോഗിന്റെ സ്ഥലത്ത് ക്യാറ്റ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അത് തെറ്റി അല്ലെ. അപ്പൊ എത്ര എണ്ണം അതിന് കറക്റ്റ് കിട്ടുന്നു അത്ര പെർസെൻറ്റേജ് ആണ് അത് ആക്യുറേറ്റ് എന്ന് പറയാം. ഇപ്പൊ 80 ഔട്ട് ഓഫ് 100 കിട്ടിയെങ്കിൽ 80% ആക്യുറസി. നമ്മളിപ്പോ എക്സാമിൽ നമ്മളെ ഗ്രേഡ് വരൂലേ, എത്ര മാർക്സ് കിട്ടി, അതുപോലെ AI-ന്റെ മാർക്സ് ആണ് ഈ ആക്യുറസി എന്ന് പറയുന്നത്. ഓക്കെ, സോ 80 ഔട്ട് ഓഫ് 100 കിട്ടിയാൽ 80% ആക്യുറസി എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ AI-ന്റെ കറക്റ്റ്നെസ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ChatGPT, Gemini, Claude ഈ 3 മോഡൽസിന്റെയും ഏകദേശം സെയിം ആക്യുറസിയാണ്. അബൌട്ട് 85% to 94% ആക്യുറസി ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ അങ്ങനെ മാറും. പക്ഷെ ജനറലി 85% to 95% ആണ് അതിന്റെ ആക്യുറസി വരുന്നത്. ബാക്കി 5% ഓഫ് ദ സമയം അത് ചെറുതായിട്ട് തെറ്റാൻ ചാൻസ് ഉണ്ട് അല്ലെ. പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും AI-ന്റെ ഏത് AI ആപ്പായാലും താഴെ ചെറിയ ടെക്സ്റ്റിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ടാവാറുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും ശ്രദ്ധിച്ചിട്ടില്ലേ? AI can make mistakes എന്നല്ലേ? Yes, exactly. AI can make mistakes. Please double check answers എന്നുണ്ട് അല്ലെ. അത് നമ്മൾ കുറെ ആൾക്കാരൊന്നും ശ്രദ്ധിക്കൂല. ഇപ്പം ആൻസർ പറഞ്ഞ ആള് പേര് എയ്ഡ്രിൻ. ഓക്കെ, എയ്ഡ്രിൻ ശ്രദ്ധിച്ചു. ചില ആൾക്കാർ ശ്രദ്ധിക്കില്ല. എന്നിട്ട് അവർ പറയും അയ്യോ AI നമുക്ക് റോങ് ആൻസറാ തന്നതെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ AI റിപ്പോർട്ട് ചെയ്താല് അവർ പറയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു AI can be wrong എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ആരോ മെഹജബി അൻസാരി എന്താ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? ഡൗട്ട് ആണെങ്കിൽ ഡൗട്ട് അല്ല. ഓക്കെ ഓക്കെ ഫൈൻ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 ടൈപ്പ് മെഷീൻ ലേണിംഗ് പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ് 3 ടൈപ്പ് മെഷീൻ ലേണിംഗ്? പറയൂ. അൺമ്യൂട്ട് ചെയ്ത് പറയൂ ഗൈസ്. ആർക്കും അറിയില്ലേ? 3 ടൈപ്പ് മെഷീൻ ലേണിംഗ് നമ്മൾ പഠിച്ചില്ലേ ഇപ്പോ? ഏതൊക്കെയാണ്? Supervised and supervised reinforcement. ഓക്കെ ഓക്കെ, സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. 3 മനസ്സിലായോ? Does anyone have any doubts? Yes. ആർക്കെ ഡൗട്ട് ഉള്ളത് പറയൂ. ഡൗട്ട് ഉള്ള ആള് പറയൂ. ഡൗട്ട് ഉള്ള ആള് പോയോ? ഇല്ല, മനസ്സിലായി. സോറി. മനസ്സിലായോ? ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു ഷോർട്ട് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എന്തെല്ലാം പഠിച്ചു? നമ്മൾ AI എന്താണ് പഠിച്ചു, AI നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചു, മെഷീൻ ലേണിംഗ് പഠിച്ചു, ജനറേറ്റീവ് AI പഠിച്ചു, സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പഠിച്ചു, ആക്യുറസി പഠിച്ചു.
ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മളെ ഒരു ബേസ് ഫൗണ്ടേഷൻ ആയിട്ട് നമ്മളെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് നമ്മൾ പഠിച്ചു ഇപ്പം അല്ലെ. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു, എല്ലാം പഠിച്ചു. ഇനി നമ്മൾ എന്താ ക്ലാസ്സിന് എത്ര ദിവസം ഉണ്ടാവും? ക്ലാസ് എത്ര ദിവസം ഉണ്ടാവും? എത്ര ദിവസം ഉണ്ടാവുന്നോ? ഈ ക്ലാസ് ഈ സെഷൻ ആണോ? ക്ലിയർ ആയില്ല. ഇന്നത്തെ സെഷൻ ആണോ ചോദിച്ചത്? ഹലോ ഹലോ, പിന്നെ ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടി പറയാൻ പറ്റും? കറക്റ്റ് പറഞ്ഞാൽ ഫുള്ള് ഞാൻ ശ്രദ്ധിപ്പെട്ടില്ല. ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് ഒന്ന് ഷോർട്ട് പറഞ്ഞുതരാൻ പറ്റും? ഷോർട്ട് ആയിട്ട് പറഞ്ഞാലും മതി. ഏത് ഏത് ടോപ്പിക്കാണ്? 3 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ അതാണ് സൂപ്പർവൈസറും അൺസൂപ്പർവൈസറും. ഓക്കെ. അതെ അതെ, അതിന്റെ ഒന്നും കൂടി ഷോർട്ട് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സൂപ്പർവൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാവുക? സൂപ്പർവൈസർ, നമുക്കൊരു ഗൈഡ് അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്, അങ്ങനെയാണ് മനസ്സിലാവുന്നത്, റൈറ്റ്? അപ്പൊ നമുക്ക് AI നമ്മൾ ലാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ കുഴപ്പമില്ല. നമ്മൾ AI-നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഇമേജസ് കൊടുക്കാൻ, ഫോർ എക്സാമ്പിൾ ഇമേജസ് കൊടുക്കാന്ന് വിചാരിക്കും. അപ്പൊ നമ്മളൊരു ക്യാറ്റിന്റെ ഇമേജസ് കൊടുത്തു. അപ്പൊ അതിനോട് നമ്മൾ പറയും, ആ പിക്ചർ കാണിച്ചിട്ട് പറയും ദിസ് ഇസ് എ ക്യാറ്റ്. അതിന് താഴെ ലേബിളും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ആ ലേബിൾ ഉണ്ടാവുമ്പോൾ അതിന് വേഗം മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് എ ക്യാറ്റ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ദിവസം പിന്നെയും കാണിച്ചു കൊടുക്കും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ദിവസം ഒരു ഡോഗിനെ കാണിച്ചു കൊടുത്താലും അത് ക്യാറ്റ് തന്നെ പറയാം. കാരണം അതിന് മനസ്സിലായില്ല. നമ്മൾ ആ ഡോഗിനെയും കൂടി ലേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ ആണ് അതിന് മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് എ ഡോഗ്. അപ്പൊ നമ്മൾ ഒരു ലേബിൾ കൊടുക്കുമ്പോൾ അതിന് വേഗം മനസ്സിലാക്കാൻ പറ്റും. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഗുണം. ലേബിൾസ് ഉണ്ടാവും, അപ്പൊ അതിന് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ഇസ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതിൽ നമ്മൾ ലേബിൾസ് കൊടുക്കില്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ ഇൻസ്റ്റമാർട്ടിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. നമ്മളിപ്പോ ഇൻസ്റ്റമാർട്ടിൽ സാധനം ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇത് റീക്യാപ്പ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് ദിവസം വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഓഫേഴ്സും റെക്കമെൻഡേഷൻസും ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാക്കുന്നത് വെച്ചാൽ the AI understands that ഈ യൂസർ is similar to other users who അവർക്ക് പ്രിഫറൻസ് ഈ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഫുഡാണ് അവർക്ക് പ്രിഫറൻസ് എന്ന് മനസ്സിലാവും. അപ്പൊ അതിനെ എല്ലാ യൂസേഴ്സിനും ഗ്രൂപ്പ് ചെയ്തിട്ട് അവർക്കെല്ലാം സെയിം ഓഫറാണ് അയക്കുന്നത്. ഓക്കെ. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് അത് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആണത് മനസ്സിലാക്കുന്നത് എന്ത് ഓഫറാണ് അയക്കേണ്ടത് അങ്ങനെ. ഓക്കെ. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ടെസ്ലന്റെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്. അതിൽ നമുക്ക് എന്താ പറയാ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പോയിന്റ്സ് വെച്ചിട്ട് ആ ബോട്ടിനെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഗോൾ എന്ന് വെച്ചാൽ മാക്സിമം പോസിറ്റീവ് പോയിന്റ്സ് കിട്ടാനാണ്. ഓക്കെ. നെഗറ്റീവ് പോയിന്റ്സ് കിട്ടരുത് എന്നാണ് അതിന്റെ എയിം. പോസിറ്റീവ് പോയിന്റ്സിലേക്ക് തന്നെ പോകണം. അതാണ് അതിന്റെ ബാക്കിലുള്ള ഇക്വേഷനും വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ സെൽഫ് ഡ്രൈവിംഗ് കാറ് മുമ്പിലൊരു ഹ്യൂമൻ ബീങ് നടക്കുന്നുണ്ടെങ്കിൽ അതിനറിയാം നിർത്തിയാലേ പോസിറ്റീവ് പോയിന്റ്സ് കിട്ടുള്ളൂ, നിർത്തിയില്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റ്സ് ആണ് കിട്ടുക. പിന്നെ സ്പീഡ് ലിമിറ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നെഗറ്റീവ് ആവും. അപ്പോൾ പോസിറ്റീവ് ലൈനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത് സ്പീഡ് ലിമിറ്റ് ഫോളോ ചെയ്യും. ട്രാഫിക് ലൈറ്റ്സിനും സെയിം തിങ്. വേറെ എക്സാമ്പിൾ ആണെങ്കിൽ ഗൂഗിൾ മാപ്സിൽ നമുക്ക് ഫാസ്റ്റർ റൂട്ടും ഉണ്ട്, സ്ലോവർ റൂട്ടും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സ്ലോവർ റൂട്ടാണ് പറയുന്നതെങ്കിൽ അതിന്റെ നെഗറ്റീവ് പോയിന്റ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഫാസ്റ്റർ റൂട്ടാണ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ക്ലിയർ ആയോ കുറച്ച്? ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ മെഷീൻ ലേണിംഗ് പഠിച്ചു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനേക്കാളും ഡീപ്പായിട്ട് പോകണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാനിപ്പോ ഡീപ്പാണ് ക്ലൂ ആയിട്ട് തന്നത്. എന്തായിരിക്കും അടുത്ത പഠിക്കാൻ പോകുന്നത്? ഡീപ്പ് ലേണിംഗ്, ജനറേറ്റീവ് AI. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ബട്ട് ഇപ്പൊ ഞാൻ എന്താ പറയുന്നത്, ഡീപ്പ് ലേണിംഗ് ആണോ?
ആരോ പറഞ്ഞു ഡീപ് ലേണിംഗ്. യെസ് ഡീപ് ലേണിംഗ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഫോൺ അൺലോക്ക് ചെയ്യാൻ ടച്ച് ഐ ഡി യൂസ് ചെയ്യുന്നത്? ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, ഒരാളേ ഉള്ളൂ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ഫോൺ അൺലോക്ക് ചെയ്യുന്നത്. ആരൊക്കെയാണ്? ഹാൻഡ് റൈസ് ചെയ്യൂ. ആരുമില്ലേ? ഓക്കെ, ഐ യൂസ്ഡ് ഇറ്റ് ബിഫോർ. ഓക്കെ, ഇപ്പൊ എന്താ യൂസ് ചെയ്യുന്നത്? നൗ ഐ ആം ലേസി. അപ്പൊ ഇപ്പൊ എന്താ യൂസ് ചെയ്യുന്നത്? സ്വൈപ്പ്. ഓ, ലോക്ക് ചെയ്യില്ലേ, വെറുതെ സ്വൈപ്പ് ചെയ്യാറാണോ? ഓക്കെ, വേറെ ടച്ച് ഐ ഡി യൂസ് ചെയ്യുന്നത് എന്താ? ആരോ ഇപ്പൊ എന്തോ പറഞ്ഞു. ഓക്കെ, ഫേസ് ഐ ഡി ആണ്. ഓക്കെ, ആരൊക്കെ ഫേസ് ഐ ഡി ഉപയോഗിക്കുന്നുണ്ട്? ആരുമില്ലേ? ഹാൻഡ് റൈസ് ചെയ്യൂ. യെസ്, വരട്ടെ. മനസ്സിലായിട്ടില്ല. ആരൊക്കെയാണ് ടച്ച് ഐ ഡി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫേസ് ഐ ഡി യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ഏതാ യൂസ് ചെയ്യാറ്? ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗർ ആണോ ഫേസ് ആണോ? ഫിംഗർ. കുറെ ആൾക്കാർ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടായിരിക്കും. ടച്ച് ഐ ഡി ആണോ ഫേസ് ഐ ഡി ആണോ? ചാറ്റിലിടുവോ എന്ന്? അപ്പൊ എനിക്ക് മനസ്സിലാവല്ലോ ഏതാ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫേസ്. ഓക്കെ, ബാക്കി വരട്ടെ ആൾക്കാര്. 25 ആൾക്കാരുണ്ടല്ലോ, 3 ആളെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. ബോത്ത്. ഓക്കെ, നെക്സ്റ്റ് ആൾക്കാര് ഇനിയും വരട്ടെ. ഓക്കെ, ഫേസ് ഇസ് ഫാസ്റ്റ്. ഓക്കെ, ടച്ച് അല്ലേ ഫാസ്റ്റ്? ശരിക്കും ഫേസ് ആണോ ഫാസ്റ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഈ ഫേസ് ഐ ഡിയും ടച്ച് ഐ ഡിയും എന്തിനാ ചോദിച്ചതെന്ന് വെച്ചാല്, നമ്മൾ ടച്ച് ഐ ഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാല്, നിങ്ങളത് ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിംഗർ നിങ്ങൾ സ്കാൻ ചെയ്യും. അല്ലെ, സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മനസ്സിലായി ഓക്കെ ഈ ടച്ചിന് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ അനിയനോ അനിയത്തിയോ ആരായാലും ഫോണിൽ കൈവച്ചാൽ വർക്ക് ചെയ്യില്ല അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ആ കമ്പയർ ചെയ്യുന്നതാണ്. ആ സ്റ്റോർ ചെയ്ത വണ്ണ് വെച്ചിട്ട് ഇപ്പൊ ആരാണ് ചെയ്യുന്നത് വെച്ചിട്ട് കമ്പയർ ചെയ്യും. അത് സെയിം ആണെങ്കിൽ അൺലോക്ക് ആവുള്ളൂ. അപ്പൊ ടച്ച് ഐ ഡിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ച ദിവസം മുതൽ മരിക്കുന്ന ദിവസം വരെ നമ്മൾ ഫിംഗർ സെയിം ആണ്. നമ്മൾ ഫിംഗർ പ്രിന്റ് മാറുന്നില്ലല്ലോ, സെയിം അല്ലേ? റൈറ്റ്. നിങ്ങളെ കൈ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് മാറിപ്പോകും. പിന്നെ ഫിംഗർ പ്രിന്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഫിംഗറിന് മേലെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബേണോ അതോ ഇഞ്ചുറിയോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഫിംഗർ വർക്ക് ആവില്ല. പക്ഷെ അതല്ലാതെ നമ്മൾ ഫിംഗർ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ അത് ബയോമെട്രിക് വെരിഫിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഫേസ് ഐ ഡി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വേറെ എല്ലാ ദിവസവും അല്ല, ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫേസ് സ്ട്രക്ചർ മാറിയേക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റെഡ് സ്കാർഫാണ് ഇട്ടിട്ടുള്ളത്, ഞാൻ നാളെ വൈറ്റ് സ്കാർഫ് ഇട്ടാലും ഫോണിന് മനസ്സിലാവും ഞാൻ തന്നെയാണ്. ഞാൻ സ്പെക്സ് വെച്ചാലും മനസ്സിലാവും, ഞാൻ മാസ്ക് ഇട്ടാലും മനസ്സിലാവും, ഞാൻ മുടി വെട്ടിയാലും മനസ്സിലാവും. ഇപ്പൊ മെനിന്റെ സ്തുതിയിലാണെങ്കിൽ മീശ പഠിച്ചാലും താടി പഠിച്ചാലും ഒക്കെ അതിന് മനസ്സിലാവണം നിങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാവുന്നത്? ആർക്കോ ഡൗട്ട് ഉണ്ടോ? ആരോ ഹാൻഡ് റൈസ് ചെയ്തു. Okay, touch doesn't register sometimes. Okay, fair. Face because sometimes the finger is dry then. Okay, fair. Okay, but touch ID is ശരിക്കും പറഞ്ഞാൽ ടച്ച് ഐ ഡി ആണ് ഫേസ് ഐ ഡിനെ കാട്ടിയും ഫാസ്റ്റർ ആയിരിക്കേണ്ടത്.
ചില ഡിവൈസസിൽ സ്ലോ ആയേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് എന്തുകൊണ്ടാ വെച്ചാൽ ടച്ച് ഐ ഡി വർക്ക്സ് ഓൺ മെഷീൻ ലേണിംഗ്. വെരി സിമ്പിൾ ആണ്. ആ പാറ്റേൺ ജസ്റ്റ് അത് സ്റ്റോർ ചെയ്ത് വെക്കും ആൻഡ് അത് നെക്സ്റ്റ് ടൈം കമ്പയർ ചെയ്യും. അതാണ് ടച്ച് ഐ ഡി. ഫേസ് ഐ ഡി നമ്മൾ ഫേസിനെ ശരിക്കും പഠിച്ചെടുക്കുന്നുണ്ട്, റൈറ്റ്? ഇപ്പോൾ ചില ഡിവൈസസിലൊക്കെ അതെങ്ങനെയാണ് നമ്മൾ ഫേസിനെ സ്കാൻ ചെയ്യുന്നത് വെച്ചാൽ ഇൻഫ്രാറെഡ് ലൈറ്റ് അടിച്ചിട്ട് ഫുള്ള് ഡോട്ട്സ് ആക്കിയിട്ടാണ് നമ്മൾ ഫേസിനെ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈമും അത് സ്കാൻ ചെയ്യുമ്പോൾ ആ ഡോട്ട്സ് കറക്റ്റ് മാച്ച് ആയാലാണ് അൺലോക്ക് ആവുന്നത്. അത് ചില ഡിവൈസസിൽ. ഓക്കെ, ഡിപ്പെൻസ് ഫ്രം ഡിവൈസ് ടു ഡിവൈസ് എങ്ങനെയാണെന്ന് ആ കമ്പനി ഡിസൈഡ് ചെയ്യും. ഓക്കെ, പക്ഷേ ഫേസ് ഐ ഡി വർക്ക് ചെയ്യുന്നത് ഡീപ്പ് ലേണിംഗിലാണ്. അപ്പോൾ ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കി ഡീപ്പ് ലേണിംഗ് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, റൈറ്റ്? ടച്ച് ഐ ഡി പോലെ സിമ്പിൾ പരിപാടിയല്ല. ഓക്കെ, അപ്പോൾ ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ അടിയിൽ വരുന്ന ഒരു കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് വെച്ചാൽ എന്താണെന്നായിരിക്കും അറിയോ? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂട്രൽ നെറ്റ്വർക്ക്. സ്ക്രീൻ നോക്കാതെ പറയാം. ന്യൂട്രൽ നെറ്റ്വർക്ക്സ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണെന്ന് അറിയോ? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ സിമുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഓരോ ബ്രെയിനുള്ള ഇതിനെ തന്നെ ലൈക്ക് ജസ്റ്റ് ബ്രെയിനിന്റെ കണക്ഷൻസിനെയാണല്ലോ നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അത് സിനാപ്സ്, അതിനെ ബ്രെയിനിനെ ഇത് സിമുലേറ്റ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഏഡ്രൻ എന്നല്ലേ പേര് പറഞ്ഞത്? ക്രാഫ്റ്റ്സ് ഫോർ ഏഡ്രൻ. ഓക്കെ, അപ്പോൾ ഏഡ്രൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ബ്രെയിനിൽ ഉള്ള ന്യൂറോൺസ്, ഫിഫ്ത്ത് ഗ്രേഡിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ന്യൂറോൺസ് അറിയുമോയെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മളെ ബ്രെയിനിൽ കുറേ ചെറിയ ചെറിയ ഒരു സെല്ല് പോലത്തെ സാധനമാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് കുറേ ഒരു ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, കുറേ ന്യൂറോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ന്യൂറോൺസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, നമ്മളെ റീസണിങ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അതൊക്കെ ആ ന്യൂറോൺസ് വെച്ചിട്ടാണ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡീപ്പ് ലേണിംഗ് ഇതിനുള്ള AI നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ബ്രെയിനിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നാച്ചുറൽ ഇൻ്റലിജൻസ് പോലെയല്ലേ അത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നാച്ചുറൽ ഇൻ്റലിജൻസിനെ പോലത്തെ ഒരു മോഡൽ ആക്കിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കാരണം അത് ബ്രെയിനിലുള്ള സെയിം നെറ്റ്വർക്ക് പോലെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക്. നമ്മൾ ബ്രെയിനിലുള്ള നെറ്റ്വർക്ക് ഒരു ന്യൂറോൺസിന്റെ നെറ്റ്വർക്കാണ് ആൻഡ് ഇത് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ ദർ ആർ ലെയേഴ്സ്. ഞാനിപ്പോൾ കാണിച്ചുന്ന ഇമേജിൽ ലെയേഴ്സ് കാണുന്നുണ്ടോ? ചില ഈ ബ്ലൂ സാധനം, ഈ റെഡ് സാധനം, ഗ്രീൻ സാധനം ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? സിനാപ്സസ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓരോ ബ്ലൂ സർക്കിളിനെയും നമ്മൾ നോഡ്സ് എന്ന് വിളിക്കുന്നത്, ഓരോ റെഡ് സർക്കിളിനെയും ഓരോ ഗ്രീൻ സർക്കിളിനെയും ഇവരൊക്കെ നോഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ കുറേ കണക്ഷൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്സിൽ കുറേ ലെയേഴ്സ് ഉണ്ട്. ലെയേഴ്സ് ആസ് ഇൻ ആ ബ്ലൂ 3 നോഡ് കാണുന്നത്, അത് ഫസ്റ്റ് ലെയർ ആണ്. ആ നെക്സ്റ്റ് ലെയർ ആണ് ആ റെഡ് ഫസ്റ്റ് കോളം ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ലെയർ, ആ ലാസ്റ്റ് വരുന്ന ലെയർ ഫൈനൽ ലെയർ. അപ്പൊ ഈ ഫസ്റ്റ് ലെയർ നമ്മൾ വിളിക്കുന്നത് ഇൻപുട്ട് ലെയർ എന്നാണ്. ഓക്കെ, അതിലാണ് നമ്മൾ ഫസ്റ്റ് നമ്മളെ ഡേറ്റ അതിലേക്കാണ് പോവുക. പിന്നെ ഈ റെഡ് ലെയേഴ്സ് അത് കുറേ ഉണ്ടായേക്കാം ഓർ ഒറ്റൊന്നായേക്കാം. ആ റെഡ് ലെയേഴ്സ് കൂടുന്നോറും ആണ് നമ്മളെ നെറ്റ്വർക്ക് മോർ കോംപ്ലക്സ് ആവുന്നത്. ഓക്കെ, മനസ്സിലായോ? ഈ റെഡ് ലെയർ ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടുള്ള എക്സാമ്പിൾ ആകെ 2 റെഡ് ലെയേഴ്സേ ഉള്ളൂ. ആ റെഡ് ലെയേഴ്സിന് പേരുണ്ട്, അതിന് പറയാം ഹിഡൻ ലെയേഴ്സ് എന്നാണ്. ഓക്കെ, ഹിഡൻ ലെയേഴ്സ്. ഓക്കെ, കാരണം അവിടെയാണ് പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആ ഗ്രീൻ ലെയർ അതിന് നമ്മൾ ഔട്ട്പുട്ട് ലെയർ എന്ന് വിളിക്കും. കാരണം അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഔട്ട്പുട്ട് റെഡി ആവാം. മനസ്സിലായോ? Is the class about to end? കുറച്ചും കൂടി ടൈം എടുക്കും. ഞാനിപ്പോൾ പറഞ്ഞ ലെയേഴ്സിന്റെ കാര്യം മനസ്സിലായോ?
ഓക്കെ. സോ ഞാനിപ്പോൾ പറഞ്ഞത് ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയേഴ്സ് ആൻഡ് ഔട്ട്പുട്ട് ലെയർ അല്ലേ? കുറച്ചെങ്കിലും മനസ്സിലായോ? ഭയങ്കര കോംപ്ലക്സ് ആയി പോയോ? ആരും ഉത്തരയില്ല. ഓക്കെ 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 ഫൈൻ. സോ ഇതാണ് ഒരു ബേസിക് ന്യൂറൽ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നെക്സ്റ്റ് ഇത് പറയാനായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ശരിക്കും ഉപയോഗിക്കുന്നത് കുറേ, നമ്മൾ ഈ ChatGPT, ക്ലോഡ്, ജെമിനി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്. പക്ഷേ ഈ ഞാൻ കാണിച്ചുന്ന ഈ റെഡ് ലെയേഴ്സിൽ അത് കുറേ റെഡ് ലെയേഴ്സ് ഉണ്ടാവും. 2 ഒന്നുമല്ല, 3, 4, 10, 100, 1000 ഒന്നുമല്ല, അതിനേക്കാളുണ്ടാവും. ഓക്കെ, ബില്യൺസ് ഉണ്ടാവും. ബില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ്. അതുകൊണ്ടാണ്, സോറി കേട്ടില്ല. ബില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ്. യെസ്, ബില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് കോംപ്ലക്സ് ആണോ? ഇസ് ദിസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി? മെഹജബി അൻസാരി ഏത് ക്ലാസ്സിലാ? 5th-ലാണോ? 5th-ൽ ആവശ്യമില്ല കേട്ടോ. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഞാനിത് സ്പീഡിൽ തീർക്കാം. ഓക്കെ, അപ്പോ ഞാനിപ്പോ റിയൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫേസ് ID ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫേസ് ID നമ്മൾ ആ ഫസ്റ്റ് റെഡ് ലെയർ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഫേസിന്റെ ഈ ഔട്ടർ ലെയർ മാത്രമേ കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഈ ഐസിന്റെ ഏരിയ, താഴെ ഏരിയ, അങ്ങനെയൊക്കെ. 3rd ലെയർ എത്തുമ്പോഴത്തേക്കാണ് അത് മനസ്സിലാകുന്നത് ഓക്കെ ഇതാണ് ഫേസ്, അപ്പോൾ ഫോണാണ് നോക്കുക. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനൊന്നല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മച്ച് മോർ കോംപ്ലക്സ് ആണ്. പക്ഷേ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ശരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഒന്ന് ഓടിച്ചു പോവാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു എക്സാം എഴുതുന്നു. ഓക്കെ, ഒരു കുട്ടി ഒരു എക്സാം എഴുതുന്നു. പിന്നെ നമ്മൾ ടീച്ചർക്ക് അത് സബ്മിറ്റ് ചെയ്തു അല്ലേ? ടീച്ചർ സബ്മിറ്റ് ചെയ്തു, ടീച്ചർ മാർക്ക് ഇടും, എവിടെയാ തെറ്റ് എവിടെയാ ശരി. അപ്പൊ പിന്നെ നെക്സ്റ്റ് ടൈം ആ സ്റ്റുഡൻറ്റ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ വീക്ക് ഏരിയാസ് ആണ് ആ കുട്ടി പിന്നെ പഠിക്കുന്നത്, സോ ദാറ്റ് ഹി ക്യാൻ ഡു ബെറ്റർ ഇൻ ദ നെക്സ്റ്റ് എക്സാം അല്ലേ? യെസ്. അപ്പൊ അതേപോലെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ടൈം ഗസ് ചെയ്യും ആ ഇമേജ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും. പിന്നെ അതിന് ചെക്ക് ചെയ്യാം, കറക്റ്റ് ആൻസർ വെച്ചിട്ട് അത് ചെക്ക് ചെയ്യും. ഓ, ഇത് തെറ്റിപ്പോയി, അപ്പോൾ തിരിച്ചു പോയി പിന്നെയും ഗസ് ചെയ്യും. അങ്ങനെയാണ് ഈ എന്താ പറയുക, ഈ AI അതിനെ പഠിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ how does ChatGPT know how to answer your questions? എങ്ങനെയാണ് ChatGPTക്ക് മനസ്സിലാവുന്നത് ആൻസർ എന്താണെന്ന്? Because of the data it is given. എന്താ? Because of the data it is given. Because of the data it is given. Yes. പക്ഷേ ഈ ഡേറ്റ എവിടെ നിന്ന് കിട്ടുന്നു? ഡേറ്റ ഓൾറെഡി ചില ഡാറ്റാസ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ചില ഡാറ്റാസ് ട്രെയിൻഡ് ആവില്ല. അപ്പൊ റാഗ് യൂസ് ചെയ്തിട്ട് അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഇത് യൂസ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ് ആൻസർ. ഏഡ്രൻക്ക് എന്റെ സ്ഥാനത്ത് വന്നിരുന്ന് ക്ലാസ് എടുക്കാലോ. ഞങ്ങളിവിടെ ML സ്റ്റുഡൻസ് ആണ് ഓൾറെഡി ഞങ്ങള്. ഓക്കെ, റൈറ്റ്, പ്രോട്ടോടൈപ്പിലാണ് അല്ലേ? യെസ്. ഞാൻ ഇവിടുന്ന് 2 സ്റ്റുഡൻസ് കൂടി ജോയിൻ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഏഡ്രൻ പറഞ്ഞ പോലെ ജനറേറ്റീവ് AI ചില ഇതൊക്കെ അതിന് ഓൾറെഡി അറിയാം. ചിലത് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് അതിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പണ്ടത്തെ AI എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാം ചോദിച്ചാലൊന്നും അതിന് ആൻസർ അറിയില്ല, അതിന് പഠിപ്പിച്ചു കൊടുത്ത സാധനം മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഈ ജനറേറ്റീവ് AI വ്യത്യാസം എന്താ വെച്ചാൽ അത് ഗൂഗിളിലോ എവിടെയോ സെർച്ച് ചെയ്തിട്ട് അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ആരും അതിന് എല്ലാ സാധനവും അതിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് ഒറ്റയ്ക്ക് തന്നെ പോയി സെർച്ച് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അത് ആൻസർ കണ്ടുപിടിക്കുന്നത് വെച്ചാല്, ഞാനിപ്പോ ഇവിടെ ഇതിട്ടിട്ടുണ്ട്, ദ സ്കൈ ഈസ് ഡാഷ്. ആൻസർ എന്താ? ബ്ലൂ. ഓക്കെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ, എനിക്ക് സ്ക്രീൻ കാണില്ല. ചാറ്റിലിട്ടാൽ എനിക്ക് കാണാൻ പറ്റില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ബ്ലൂ. ഓക്കെ, നെക്സ്റ്റ്. ആർക്കെങ്കിലും വേറെ ആൻസർ ഉണ്ടോ? Worst. Beautiful.
Beautiful. Okay. Vast. Vast. Okay. അപ്പൊ ഇപ്പൊ നമുക്ക് 2-3 ആൻസേഴ്സ് കിട്ടി. 2-3 പേര് പറഞ്ഞത് ബ്ലൂ എന്നാണ് അല്ലെ. ചില ആൾ വരുന്നു, ഒരാൾ പറഞ്ഞു ബ്യൂട്ടിഫുൾ, ഒരാൾ പറഞ്ഞു വാസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ മോസ്റ്റ് ലൈക്ലി വേർഡ് ബ്ലൂ ആണ്. മേ ബി സണ്ണി എന്നാവാം, ക്ലൗഡി എന്നാവാം, ഗ്രേ എന്നാവാം, ബ്യൂട്ടിഫുൾ എന്നാവാം. പക്ഷെ മോസ്റ്റ് ലൈക്ലി നമുക്ക് ഫസ്റ്റ് ആ ഡാഷ് കാണുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് വരുന്നത് ബ്ലൂ ആണ് അല്ലെ. അപ്പൊ ആ നെക്സ്റ്റ് വേർഡിന്റെ പ്രോബബിലിറ്റി, അതാണ് നമ്മൾ AI ശരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ മോസ്റ്റ് ലൈക്ലി എന്തായിരിക്കും എന്നുള്ള പ്രഡിക്ഷൻ ആണ് നമ്മൾ AI ചെയ്യുന്നത്. നമ്മൾ ChatGPT, Gemini ഇതൊക്കെ അതാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്കൈ, വാട്ട് ഇസ് ദ കളർ ഓഫ് ദ സ്കൈ എന്ന് വെച്ചാൽ അത് പോയിട്ട് സെർച്ച് ചെയ്യും. ഓ സ്കൈ യൂഷ്വലി എന്താണ്, സ്കൈന്റെ ഇപ്പുറത്ത് യൂഷ്വലി എന്ത് വേർഡാ വരുത്തുന്നതാണ്, അത് നോക്കാം. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പം AI റോങ് ആവുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല അതിന് ഹയസ്റ്റ് പ്രോബബിലിറ്റി കിട്ടുന്നത്. ചിലപ്പോൾ അതിന് നമുക്ക് നമുക്ക് സണ്ണിയാ വേണ്ടതെങ്കിൽ അതിന് പക്ഷേ ബ്ലൂ ആണ് മോസ്റ്റ് ലൈക്ലി ആയിട്ട് കിട്ടുക. അപ്പൊ അത് സണ്ണി എന്ന് പറയും, സണ്ണി എന്ന് പറയില്ല, ബ്ലൂ എന്നാ പറയാം. അപ്പൊ അത് തെറ്റി, നമുക്ക് വേണ്ടത് സണ്ണി എന്നായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്ത് AI തെറ്റിപ്പോകുന്നത്. കാരണം അത് മോസ്റ്റ് ലൈക്ലി ആണ് എപ്പോഴും ആൻസർ ചെയ്യാം. അതാണ് അതിന്റെ ബാക്കിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന്റെ ആൻസർ വരുന്നത്. ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റിന്റെ ആൻസർ ആണ് അത് പറയുന്നത്. ഓക്കെ, ആക്ച്വലി മാം നമ്മള് ലോക്കൽ എൽഎംസ് നമ്മൾ ടെർമിനൽ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. അതായത് പ്രിഡിക്ട് ചെയ്ത് ലിറ്ററലി നമ്മൾ സ്കൈ ഇസ് ബ്ലൂ എന്ന് പറയാന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കും. അതായത് വിച്ച് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ നമ്മൾ എഴുതി കാണിക്കുന്നത് തിങ്കിങ്. ലോക്കൽ എൽഎംസ്, നോർമൽ ക്ലൗഡ് ബേസ്ഡ് അല്ല, ലോക്കൽ എൽഎംസ്. അതെ. ക്ലൗഡ് ബേസ്ഡിലും ഇപ്പൊ അത് കുറച്ചെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് അവിടെ അതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം, ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് പറയാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് അവരപ്പൊ അത് കാണിക്കുന്നത്. പണ്ടൊന്നും അത് കാണിക്കാറില്ലായിരുന്നു. റൈറ്റ്, പണ്ട് ChatGPT വന്നപാട് അത് ജസ്റ്റ് ഒരു ആൻസർ കൊടുക്കും, ഒരു ജയന്റ് പാരഗ്രാഫ് ആയിട്ടാണ് അത് റിട്ടേൺ ചെയ്യാം. ഇപ്പൊ ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെറുങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി LLMs എന്ന് പറയും. LLMs എന്ന് വെച്ചാൽ എന്താണെന്നായിരിക്കും പറയുന്നത്? ലാർജ് ട്രെയിൻ ഡാറ്റ ഉള്ളൊരു ഇതാണ്, എന്താണ് പറയുക, ഒരു AI മോഡലിനെയാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. ഈ ChatGPT, Gemini ഇതിന്റെ ബാക്കിലൊക്കെ ഉള്ളത് LLMs ആണ്. ഓക്കെ, LLMs എന്ന് പറയുന്നത് ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത് ബിക്കോസ് ലാർജ് ആണ് ആൻഡ് ഒരു ലാംഗ്വേജ് പഠിച്ച ഒരു മോഡലാണ്. അതുകൊണ്ടാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓടിച്ചു വിടാം. പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചെറിയ പിള്ളേർ കേട്ടിട്ടുണ്ടാവില്ല, ബാക്കി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, പറയൂ. ആക്ച്വലി പ്രോംപ്റ്റ്, ഹലോ, ഒരു നോർമൽ ഒരു ക്വയറി കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ ക്വയറിനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ റീഫ്രേസ് ചെയ്യുന്ന ഒരു രീതിയാണ്. എക്സാക്ട്ലി. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് റൈറ്റ് അബൌട്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെയാണ് തരാം. നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അത് എക്സാക്ട്ലി നമുക്ക് വേണ്ട സാധനം തരും. ഇപ്പോൾ ഞാൻ മേലുള്ള എക്സാമ്പിൾ പോലെ ഞാൻ ജസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഫുഡ് തരുമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും. നമുക്ക് ചിലപ്പോൾ ബിരിയാണി ആയിരിക്കും വേണ്ടേ, പക്ഷെ പഴംപൊരി ആയിരിക്കും കിട്ടാം. നമ്മൾ കറക്റ്റായിട്ട് എനിക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി, കൂടെ ഒരു പപ്പടം, കൂടെ സാലഡ്, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് കിട്ടും അല്ലേ. അപ്പൊ അതേപോലെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. നമ്മൾ AI എന്ത് പറയുമോ അങ്ങനെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. റൈറ്റ്. നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായ ആരോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ആ ബനാനന്റെയും ഡോക്ടറിന്റെയും പ്രോംപ്റ്റ് ആണോ? അവരാണോ? അതുപോലെയാണ് ഉദ്ദേശിച്ചത്. യെസ്. ഓക്കെ, സോ this brings us to the end of the session. നമ്മളിപ്പോ കീ ടേക്ക് അവേസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ AI പഠിച്ചു, മെഷീൻ ലേണിംഗ് പഠിച്ചു, ഡീപ്പ് ലേണിംഗ് പഠിച്ചു, ജനറേറ്റീവ് AI പഠിച്ചു, LLMs പഠിച്ചു, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ സെഷൻ കഴിഞ്ഞിട്ട് ഒരു 5 minutes വേണമെങ്കിൽ ഡൗട്ട്സ് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ AI പഠിച്ചാലുള്ള കരിയർ പാത്വേസ്. അപ്പോൾ നമുക്ക് ഈ ഏരിയാസിലൊക്കെ നമുക്ക് കരിയർ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ML-ലോട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ, മെഷീൻ ലേണിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആണെങ്കിൽ ML എഞ്ചിനീയർ,
അതേപോലെ ഡേറ്റയിലാണ് മോർ ഇൻട്രസ്റ്റിംഗ് ഡേറ്റ സയൻറ്റിസ്റ്റ്. നമുക്കൊരു ബിസിനസ് മൈൻഡ് ഉള്ള ആളാണെങ്കിൽ AI പ്രോഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആവാം. ഇനി LLMസിനോട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ LLM എഞ്ചിനീയർ ആവാം. ഈ മോഡൽസ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള താല്പര്യമാണെങ്കിൽ MLOps എഞ്ചിനീയർ ആവാം. ചാറ്റ് ബോട്ട്സും ഈ സെർച്ചും അതൊക്കെ ഇഷ്ടമാണെങ്കിൽ NLP എഞ്ചിനീയർ ആവാം. സോ മെനി റോൾസ്. ഇതല്ലാതെ ഓരോ ഇൻഡസ്ട്രിയിലും അതിൻ്റെതായ AI ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് ആ ഫീൽഡിൽ ഒരു ഹൈ ലെവലിൽ എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് ടൂൾസ്. എനിക്ക് മാർക്കറ്റിംഗ് എൻ്റെ ഫീൽഡല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ബട്ട് ഐ എം ഷുവർ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഏതെങ്കിലുമൊക്കെ AI ടൂൾസ് ഉണ്ടാവും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വർക്ക് ഫാസ്റ്റർ ആവാം, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവും. അപ്പം നമുക്ക് ഹയർ ഹയർ റോൾസിൽ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് AI നമ്മളെ കരിയർ വൈസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡീപ് സ്റ്റാക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഡീപ് സ്റ്റാക്ക് നിങ്ങളെ വേയിൽ നിങ്ങൾക്ക് പഠിക്കാം. നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സെഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രി എക്സ്പെർട്സിൻ്റെ സെഷനും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും. ഓഫ്ലൈൻ സെഷൻസ് ആണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ വന്നിട്ട് തന്നെ ഡയറക്റ്റ് മെന്റർ സപ്പോർട്ട് ലൈവ് സെഷൻസ് ആണ്. 2 വഴിയുണ്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ താഴെ ഇട്ടിട്ടുള്ളത് നമ്മളെ കോഴ്സ് സ്ട്രക്ചറാണ്. 3 സെഷൻസ് പെർ വീക്ക് ആയിരിക്കും. 2 hours ആയിരിക്കും ഒരു സെഷൻ. 6 months ആണ് നമ്മുടെ കോർ കരിക്കുലം വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. സോ ദാറ്റ് ദർ ഇസ് സംതിങ് ടാഞ്ചിബിൾ ഫോർ യു ടു ഷോ. നമ്മളിപ്പോൾ നമ്മുടെ ഡീപ് സ്റ്റാക്കിൽ നിന്ന് നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ട് പ്രൂഫ് ഉണ്ട്. നിങ്ങൾ എംപ്ലോയേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ CV ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ചാൻസസ് ആർ വെരി ഹൈ ഓഫ് ഗെറ്റിംഗ് ഹയർ. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സോളിഡ് 20% ഓഫ് നമ്മൾ ഇന്ന് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആക്കി തരും. ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്യണം. ഓക്കെ, നമ്മളെ കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വെബ്സൈറ്റിൽ വെച്ചോ എങ്ങനെയാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഇന്ന് മാത്രം ഈ സെഷനിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് 20% ഓഫ്. ഓക്കെ, എന്താ എന്തിനെ കുറിച്ചാ പഠിപ്പിക്കാം? നമ്മൾ AI കുറിച്ചാണ് പഠിപ്പിക്കുക. ഇന്ന് ഞാൻ എടുത്ത സെഷന് പോലെ, പക്ഷെ നമ്മൾ ഇതിനെക്കാട്ടിയും കുറെ ഡീപ്പായിട്ടാണ് പോവാ. ഓക്കെ, എത്രയോ എത്രയെന്ന് ചോദിച്ചാൽ ഇപ്പോ ഒരു 6 മാസത്തേക്കുള്ള ഡീപ്പായിട്ട് പഠിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടാനൊക്കെ ഉള്ള എത്ര പഠിപ്പിക്കും. കുറെ മാത്സ് വരും, കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് വരും, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. യെസ് പിന്നെ പൈത്തൺ വരും, പിന്നെ അതിന്റെ ടൂൾസ് വരും, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ നമ്പറോ? എന്ത് നമ്പർ? എനിക്ക് മനസ്സിലായില്ല. ഡീപ് സ്റ്റാക്കിന്റെ നമ്പർ ആണോ? ഓക്കെ, അത് ഇപ്പൊ ചാറ്റിലിടും. ഓക്കെ, അതുപോലെ തന്നെ ഓൺലൈൻ ആണെങ്കിൽ ഇതിന്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് പറയുന്നത്? ഓൺലൈൻ ആണെങ്കിൽ ടൈപ്പിംഗ് അതിന് നമ്മളെ വാട്സാപ്പിൽ ഒന്ന് എൻക്വയറി ഇട്ടാൽ മതി. ഓക്കെ, അവർ പറഞ്ഞു. ഓൾറൈറ്റ്, ഞാനിപ്പോ ടൈമിൽ കുറച്ച് ഷോർട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു വിടുന്നത്. ഓക്കെ, പിന്നെ നമ്മള് അത് തന്നെ 20% നമ്മള് ഒരു 40% സ്കോളർഷിപ്പും കൊടുക്കുന്നുണ്ട്. ദിസ് ഇസ് ബേസ്ഡ് ഓൺ യുവർ 12th grade മാർക്സ് അല്ലെങ്കിൽ യുവർ ഡിപ്ലോമ മാർക്സ് ഗ്രേഡ് വെച്ചിട്ടാണ് നമ്മൾ നോക്കാം. ഓക്കെ, 40%. അപ്പൊ ഇന്ന് തന്നെ രജിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി 60% ഓഫാണ് കിട്ടുന്നത്. കോഴ്സ് ഫീസ് 45,000. അപ്പൊ നിങ്ങൾക്ക് തന്നെ മാത്ത് ചെയ്യാം. നമ്മൾ ഈ ഫസ്റ്റ് ബാച്ചിന് മാത്രമാണ് ഈ 45,000 ഫീ കൊടുക്കുന്നത്. അതിനുശേഷം പ്രൈസ് കൂടി വരും അക്കോർഡിംഗ് ടു ഇൻഡസ്ട്രി ഡിമാൻഡ്. അല്ലെ, സ്വാഭാവികം. AI ഒരു വെരി റെലവെന്റ് ടെക്നോളജിയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് പൈസ കൂടുമല്ലോ ഡിമാൻഡിനനുസരിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ബാച്ച് ആണെങ്കിലാണ് ഈ പ്രൈസും ഈ ഡിസ്കൗണ്ടും ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യില്ലേ? ആർക്കും ഉത്തരവില്ല. ഇൻഷാല്ല. ഓക്കെ. ഡീപ് സ്റ്റാക്കിന്റെ നമ്പർ ചാറ്റിൽ അടിച്ചിട്ടുണ്ട്. മോൻ ചോദിച്ചില്ലേ? Okay, so this brings me to the end of my session. All right. Okay, number chat. ഇപ്പൊ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷന്റെ മേലെ വീട് വെക്കണ്ടേ?
വീട് വെക്കാൻ വേണ്ടിയിട്ട് join DeepStack. Alright? Okay. Thank you so much for joining, guys. Mehjabi Ansari, can I join because I am 5th grade? 5th grade മോൻക്ക് ജോലി കിട്ടാനൊന്നും ടൈം ആയിട്ടില്ലല്ലോ. മോൻക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ഡീപ് സ്റ്റാക്ക് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നമ്മൾ അതായത് നമ്മള് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് കുറച്ച് ബേസിക് ടു ഇന്റർമീഡിയറ്റ് ലെവലിലായിരിക്കും കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവാം. ഫസ്റ്റ് മന്ത് പൈത്തൺ പ്രോഗ്രാമിംഗിന്റെ ബേസിക്സ് ആയിരിക്കും ഉണ്ടാവുക, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആണ്. സെക്കൻഡ് മന്ത് മാത്തമാറ്റിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ഈ ഒരു ഏരിയ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. തേർഡ് മന്ത് ഓൺവേർഡ്സ് ആണ് നിങ്ങൾക്ക് AI-യും മെഷീൻ ലേണിംഗും പിന്നെ ഡേറ്റ സയൻസ്, ഡീപ്പ് ലേണിംഗ്, NLPs ആ ഒരു ഇതിലേക്കെല്ലാം പോകല് തേർഡ് മന്ത് ഓൺവേർഡ്സ് ആണ്. ബൈ ദി എൻഡ് ഓഫ് ദി 6th മന്ത്, 6ാമത്തെ മന്ത് അവസാനം എത്തുമ്പോഴേക്കും നിങ്ങൾ അത്യാവശ്യം ഒരു എന്താ പറയാ ഒരു വേ അബവ് റുക്കി ലെവൽ AI എക്സ്പേർട്ട് ആയിട്ട് നിങ്ങൾ മാറും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ AI-ന്റെ ഫീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ എവറി വീക്ക് എവറി മന്ത് പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും നമ്മൾ കുറെ ഭാഗം ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കും. അതായത് നിങ്ങളിപ്പോൾ ഇനി നിങ്ങളെ സ്റ്റഡീസിനായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ വർക്കിനായിക്കോട്ടെ, ഇൻഡസ്ട്രി ഡിമാൻഡ്, നിങ്ങൾ ഇപ്പം ഏത് ഫീൽഡിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും നിങ്ങളെ ജോബിന് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഏത് ടൂളാണോ ആ ടൂൾ നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓൾറൈറ്റ്, എനി അതർ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം.